ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടിൻസ് ആൻഡ് വർക്ക്സ്. ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ എംബ്രോയ്ഡറി റിങ് വയ്ക്കുന്ന എംബ്രോയ്ഡറി സ്റ്റാൻഡ് ഞാനിത് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിത് ഓൺലൈനായിട്ടും നമ്മുടെ എംബ്രോയ്ഡറി മെറ്റീരിയൽസ് വാങ്ങുന്ന ഷോപ്പിൽ നിന്നായാലും ഇത് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് സ്റ്റാൻഡ്. ഇതൊരു ടേബിൾ ടോപ്പ് സ്റ്റാൻഡാണ്. നമുക്കിപ്പോൾ നമ്മൾ ഇരിക്കുന്നതിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ സൈഡിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു ടേബിളിൻ്റെ മേലെയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സോഫയുടെ സൈഡിലൊക്കെ വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ എംബ്രോയ്ഡറി ചെയ്തെടുക്കാൻ പറ്റും. ഇതിനിങ്ങനെ 2-3 സെക്ഷനായിട്ടാണ് വരുന്നത്. അത് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനാണ് വരുന്നത്. ഇതിപ്പോൾ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ആക്കാം. ഇതിപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് ഈ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ ലൂസാക്കി കൊടുക്കുക, സ്ട്രെയിറ്റ് ആക്കുക, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഞാനിതൊരു സൈഡിലാക്കിയിട്ട് ഇത് ടൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പിന്നെ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഹെഡാണ്. അതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ നമ്മൾ റിങ് വെക്കുന്നത്. ഇതിൻ്റെ താഴെയായിട്ട് ഈ സ്ക്രൂ പോലെ തന്നെ ഇവിടെ സ്ക്രൂ ഉണ്ട്. ഈ 2 സ്ക്രൂവും നമുക്ക് ലൂസാക്കിയിട്ട് ഇതുപോലെ ലൂസാക്കി കൊടുക്കണം. ലൂസാക്കിയിട്ട് ഈ വരുന്ന ഈ ഒരു ഗ്യാപ്പിലാണ് നമുക്ക് ഈ ഒരു റിങ് വെക്കേണ്ടത്. ഇങ്ങനെ കറക്റ്റാക്കിയിട്ട് റിങ് വെച്ചിട്ട് നമുക്ക് ഇത് നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റാൻഡിന് നമുക്കൊരു ഏറ്റവും സ്മോൾ സൈസ് റിങ് തൊട്ടിട്ട് ഒരു 12-14 സൈസ് വരെയുള്ള റിങ് വരെ ഇതിൽ ഈ ഒരു സ്റ്റാൻഡിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മളിരിക്കുന്ന പൊസിഷൻ അനുസരിച്ചിട്ട് ഇത് സ്ട്രെയിറ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചരിച്ച് വെക്കാം. ഇവിടെ ആയാലും നമുക്കിത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഹെഡ് വേണമെങ്കിൽ ഇതുപോലെ സ്ക്രൂ ലൂസാക്കിയിട്ട് ഇതുപോലെ നമുക്ക് 360 ഡിഗ്രിയിൽ ചരിക്കാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ എംബ്രോയ്ഡറി ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഏത് പൊസിഷനിലാണോ നമുക്ക് നമ്മുടെ റിങ് ചെയ്യാൻ എളുപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ സ്ക്രൂ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു സ്റ്റാൻഡിൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.